ആതിരെ, ബിഗ് ബോസ് ഇന്ന് തീരാണ്. ഇന്ന് ബിഗ് ബോസിന്റെ ഫൈനലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആര് വിജയിയാകുമെന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ബിഗ് ബോസിൽ വിജയിയാകാൻ സാധ്യതയുള്ള 2 പേരുടെ പേരുകളാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. 5 പേരുണ്ടെങ്കിൽ പോലും ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് അനുമോളുടെയും അനീഷിന്റെയും പേരാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ആര് വിജയിയാകുമെന്നാണ് ആതിരയ്ക്ക് തോന്നുന്നത്? ബിഗ് ബോസിന്റെ ഒരു വോട്ടിംഗ് ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നിർണയിക്കാൻ പറ്റില്ല. കാരണം അവസാന നിമിഷങ്ങളിൽ വോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവാനോ അല്ലെങ്കിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിലൊക്കെ വിന്നറിനെ മാറാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അതെ, ആ ഒരു ചാൻസിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ആദില നൂറ കപ്പിൾസ് അവർ രണ്ടുപേരും ഒരുപോലെ പുറത്തു വന്ന് നമ്മൾ കണ്ടത്. ശരി, ആദ്യമായിട്ടാണ് ഈ ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അത് ബിഗ് ബോസ് ചരിത്രത്തിലാണെങ്കിലും മറ്റു കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു എവിക്ഷൻ അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പെട്ടെന്നൊരു ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ഒരാളുടെ വോട്ട് ഷെയർ ഇത്രത്തോളം കുറഞ്ഞിട്ട് അവർ പുറത്താകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ നൂറ, ആദില, അനുമോൾ ആ ഒരു വിഷയത്തെ ചൊല്ലിയായിരിക്കില്ലേ സ്വാഭാവികമായിട്ട് നൂറക്ക് പുറത്തു കൊണ്ടിരുന്നത്. കാര്യം നൂറയെ സംബന്ധിച്ച് കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ആ വ്യക്തികളിൽ അല്ലെങ്കിൽ ആ ഒരു ഡ്രീമാണ് പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് 2-3 ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആകെ തല തിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ ആയിരുന്നു. ശരിക്കും ആ ഒരു രീതിയൊക്കെ നോക്കുകയാണെങ്കിൽ PR ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. കാരണം ഈ ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് ഇടുന്ന ഒരു കുറെ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്. PR തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു കാലത്ത് PR ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതെ, പക്ഷെ അങ്ങനെയാണെങ്കിലും മറ്റൊരാളുടെ എന്താ പറയാ, ഇപ്പം അനുമോളുടെ PR-നെ കുറിച്ചാണ് അതിന് ഉദ്ദേശിച്ചതെങ്കിൽ അനുമോൾക്ക് ഹൈപ്പ് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ മോശമാക്കി കാണിക്കുന്ന രീതിയിലുള്ള PR സംവിധാനം ഒരു മികച്ച കണ്ടസ്റ്റന്റ് ആണോ അനുമോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ സംശയം ഉണ്ടാവേണ്ടി വരും. തീർച്ചയായിട്ടും. കാരണം അത്രത്തോളം ഒരു മികച്ച കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപുള്ള സീസൺസ് നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ച എടുത്ത സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മികച്ച ഗെയിമർ ആയിരിക്കണം, ഗെയിമുകളിൽ അത്രത്തോളം എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അത്രയും ഒരു നല്ല കൂർമ്മ ബുദ്ധിയായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഇമോഷണൽ ആയിട്ട് ഒരു ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ സമയം തൊട്ട് അടുക്കള അനു എന്നൊരു പേരായിരുന്നു അനുവിന് ചാർത്തപ്പെട്ടിരുന്നത്. അടുക്കള എന്റെ കുത്തകാവകാശമാണ്, അവിടേക്ക് ഞാൻ ഒരാളെയും കടത്തിവിടില്ല. എല്ലാ പ്രശ്നങ്ങളും കിച്ചണുമായി ബന്ധപ്പെട്ട് പല സീസണിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ആ കിച്ചണുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ കിച്ചണിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പുകൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് മിക്ക ഗെയിമുകളിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു, ഒരു നല്ലൊരു പ്ലെയർ ആണെന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നില്ല. ബിഗ് ബോസിനെ സംബന്ധിച്ചിപ്പോൾ സീസൺ 7 ആയി നിൽക്കുകയാണ്, അല്ലെങ്കിൽ സീസൺ 7 അവസാനിക്കുന്ന സാഹചര്യമാണ്. സീസൺ 6 പോലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ആ ഒരു സീസണുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അപ്രീതി എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ എന്നാൽ പോലും അത് ഇടയ്ക്ക് വെച്ച് നിർത്തും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നിട്ട് പോലും അതെല്ലാം അവസാനിപ്പിച്ചു. സീസൺ 7 തുടങ്ങി. പക്ഷെ സീസൺ 7 തുടങ്ങിയ സമയം മുതൽ നമുക്ക് അറിയാം ജനങ്ങൾക്ക് ആ ഒരു പഴയ ബിഗ് ബോസിനോടൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ 6 സീസണോട് ഉണ്ടായിരുന്ന ഒരു താല്പര്യം ഈ ഒരു സീസണിലേക്ക് ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിലൊക്കെ ഫിനാലെ എന്ന് പറയുമ്പോൾ പലരും നോക്കിയിരുന്ന് എന്തായിരിക്കും അവന് സംഭവിക്കാൻ പോകുന്നത്, ഇനി പ്രഡിക്ഷന് ഒരു ചാൻസ് ഇല്ലാത്ത രീതിയിലായിരുന്നു. ലാസ്റ്റ് ഇവരെ എല്ലാം കൂടെ ഇരുത്തിയിട്ട് ഇത്രയും കാലമുള്ളവരുടെ ഹൗസിലെ മൊമെന്റ്സ് ഒക്കെ കാണിക്കുമ്പോഴാണെങ്കിൽ ഇതിന് മുമ്പുള്ളതിനകത്തിലാണെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റും അതൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഫീൽ ഇമോഷണലി നമ്മൾ എല്ലാവരും കണക്റ്റഡ് ആയിരുന്നു കഴിഞ്ഞ എല്ലാ സീസണിലും. പക്ഷേ ബിഗ് ബോസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് അനീഷിനെ മാത്രമേ ആ ഒരു പുള്ളിയുടെ ഒരു ബോർഡർ ഇങ്ങനെ മോളേക്ക് പോയിട്ട് തോന്നിയിട്ടുള്ളൂ. വന്ന സമയത്ത് പുള്ളിയുടെ ഒരു കോമണർ ആണ്, മാത്രമല്ല കോമണർ ആണ് എന്നതിനേക്കാൾ 5 വർഷത്തോളം ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പോ ഒരു കോമണറിനെ സംബന്ധിച്ച് ഇപ്പൊ ബാക്കി എല്ലാവർക്കും ഇപ്പൊ ആദില നൂറയാണെങ്കിൽ ഒരു ന്യൂസ് വാല്യൂ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവരെ അങ്ങനെ കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അനുമോളിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഷാനവാസ്, അക്ബർ, അപ്പാനി ശരത്ത്, അതിനകത്തുള്ള ഒരു 90% ആളുകളെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. ബിൻസി, മസ്താനി, അങ്ങനെ ഓരോ ആൾക്കാരെ ഇപ്പൊ ലക്ഷ്മിയൊക്കെ ആണെങ്കിലും കുറെ അധികം ഇവരൊക്കെ ഓൾറെഡി ഒരു ഫെയിമിനകത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഒരുപാട് അതിനകത്തിൽ അവരുടെ തന്നെ ഇപ്പൊ അനുമോളിനെ സംബന്ധിച്ച് ഇത്രയും ഫെയിം ഉണ്ടായിരിക്കാം, ഷാനവാസിന് അതിനെക്കാട്ടിലും അത്തരം വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഒരു കോമണർ ആയിരുന്നു. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് ആദ്യ സമയങ്ങളില് പുള്ളിക്കാരന് എന്ത് ഇറിറ്റേഷനാണ്, കണ്ടസ്റ്റൻസുകൾക്ക് പോലും
ഒരു പുള്ളീനെ പുറത്താക്കുന്ന രീതിയിൽ അവർക്ക് ആർക്കും ഇയാളൊരു വിന്നർ ആവരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അനീഷിന്റെ ഈ ഒരു സീസണിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു നെഗറ്റീവ് ഇല്ലാത്തൊരു അവസ്ഥ. അവസാന നിമിഷം പുള്ളിയുടെ അതിനുശേഷം പുള്ളിയുടെ ഓരോ ടൈമിലും ഒരു നെഗറ്റീവ് സാധനം പുള്ളിയുടെ പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ വെറുത്ത് ഇഷ്ടം തോന്നി പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലായിരുന്നു അനീഷിന്റെ കാര്യം. തുടക്കത്തിൽ നമുക്കറിയാം അതിനകത്ത് ഉണ്ടായിരുന്നവരെയും ജനങ്ങളെ പോലും ഇന്നും അനീഷിന്റെ തുടക്കത്തില് എന്താ പറയാ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. ആ ഒരു സാധനം ഇന്നും ട്രോളായി എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അത് കിട്ടിയിട്ടുള്ളത് അനീഷിന് തന്നെയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു നല്ല എന്റർടൈൻമെന്റ് ആയിരുന്നു അനീഷ്. അറിഞ്ഞുകൊണ്ട് എന്റർടൈൻമെന്റ് ചെയ്തതല്ല ശരിക്കും തോന്നുന്നു. പക്ഷെ പുറത്തേക്ക് മിക്ക ഈ നമ്മുടെ അസിഫലിയൊക്കെ അതിന്റെ അകത്ത് മൂവി പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ കയറിയ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ പുറത്ത് ഭയങ്കര വൈറലാണ്. ഒരു കോമണറിന്റെ അകത്ത് വന്നിട്ട് എന്റർടൈൻമെന്റിന്റെ അല്ലാതെ പറഞ്ഞ സാധനങ്ങൾ പുറത്ത് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പുള്ളി പോലും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കും അയാൾ പുറത്ത് വരും പുള്ളി ഞെട്ടിപ്പോകും. പുള്ളിയുടെ ഇത്രയും ഫാൻ ബേസ് പുറത്തുണ്ടെന്നുള്ളത് ഒരു കോമണർക്ക് ആ ഒരു ഫാൻ ബേസ് കിട്ടുന്നതും ഇതുവരെ കിട്ടുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ഈ പ്രേക്ഷകർ മനസ്സിലാക്കണം. കാരണം അനുമോളെ സംബന്ധിച്ച് പുള്ളിക്കാരത്ത് PR-ന്റേതായിട്ടുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ പേജ് കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം അവർ ഫെയിമുള്ള ആളാണ്. അപ്പൊ ഫെയിമുള്ള ആളെ സംബന്ധിച്ച് അവരുടെ കരിയറിൽ അവർക്ക് കൂടുതൽ ഇതാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയിം നിലനിർത്തി തന്നെ പോകേണ്ടതാണ്. അതിനാണ് ഇവര് PR കൊടുക്കുന്നത്. ഈ ഒരു PR-കളൊന്നും ഇല്ലാതൊരു കോമണർക്ക് ഇത്രയധികം ഫാൻ ബേസ് പുറത്ത് കിട്ടാന്ന് പറയുന്നത് അനീഷ് ഇപ്പൊ തന്നെ വിജയിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇനിയാണെങ്കിലും അനീഷിന്റെ കാര്യത്തിൽ ഇപ്പോ അനുമോളാണോ അനീഷാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്റെന്നല്ല ഒരു ഭൂരിഭാഗം ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂല് അനുമോള് റണ്ണറപ്പ് ആവുമെങ്കിൽ പോലും വിജയ് എപ്പോഴും അനീഷിന്റെ ലൈഫില് അനീഷിന് ഉണ്ടാവാതിരുന്ന കുറെ അധികം കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പുള്ളി വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് പുള്ളിക്ക് ഒരു ഫ്രണ്ട്സും വേണ്ട, എനിക്ക് നിങ്ങളുമായിട്ട് എനിക്കൊരു ബന്ധം ഉണ്ടാവില്ല ഇത് കഴിഞ്ഞാന്ന് പറഞ്ഞ ആള് ഈ അവസാന നിമിഷത്തിപ്പോ പുള്ളിയുടെ ആ ഒരു ചേഞ്ചസ് ആണെങ്കിലും മാറ്റങ്ങളാണെങ്കിലും പ്രശ്നങ്ങള് എന്നുവെച്ചാ ഭയങ്കര അഗ്രസീവ് ആയിട്ട് നിന്നിരുന്ന വ്യക്തിയിൽ മാടപ്രാവിനെ പോലെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒച്ച വെക്കുക, ദേഷ്യപ്പെടുക, ഈ ഒരു സാധനമായിരുന്നു ബിഗ് ബോസിൽ പലപ്പോഴും കത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ബാക്കിയായിട്ട് ഈ പ്രശ്നങ്ങളെ സോൾവ് ആക്കുക. എനിക്ക് പ്രശ്നങ്ങളുടെ വക ഒരു സ്ക്രീൻ സ്പേസ് വേണ്ട, കോണ്ടന്റ് വേണ്ട. പല സ്ഥലങ്ങളും പുള്ളി സൈലന്റ് ആയി ആ ഒരു പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്ക് നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ അനീഷിന്റെ ലൈഫ് ഇവിടെ വന്നിട്ട് ചേഞ്ച് ആവുക ചെയ്തിട്ടുള്ളത്. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു കപ്പ് എടുത്ത് കയ്യില് പിടിക്കുന്നതിനേക്കാളും ഒരു കോമണർ എന്ന നിലയിൽ ഇത്രയും കാലം നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത്രയും കാലം ഫുൾ ആ ഒരു സീസൺ കംപ്ലീറ്റ് ആ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഇപ്പോ അനീഷിനെ സംബന്ധിച്ചാണെങ്കിലും അനുമോളെ സംബന്ധിച്ചാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ റൊമാൻറ്റിക് ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചരിത്രത്തില് എപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു സാധനമാണ്. ഏതെങ്കിലും ഒക്കെ വഴിക്ക് ലവ് ട്രാക്ക് പിടിക്കും. പക്ഷെ ഇത്തവണത്തെ സീസണില് ഈ പറയുന്നത് പോലെ അതിനകത്ത് വന്നിട്ട് ലവ് ആയ അങ്ങനെയുള്ള ആരും ഉണ്ടായിരുന്നില്ല, പിടിച്ചു പോവാത്തതാണ്. ചിലപ്പോ മേ ബി ഒരു ട്രൈ ചെയ്ത് കാണും. പക്ഷെ അതിന്റെ അകത്തെ ആ ഒരു സാഹചര്യം അതില് ഈ പറയുന്നത് പോലെ ലവ് ട്രാക്ക് ആകെ എഫക്റ്റീവ് ആയത് ആദിലൊക്കെ ഉറക്കം തന്നെയായിരുന്നു. അവർ ഓൾറെഡി കപ്പിൾസ് ആയിട്ട് തന്നെ ബിഗ് ബോസിലേക്ക് വന്നു. ആ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഒരു എത്രയൊക്കെ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാലും കപ്പിൾസ് ആണ്, സ്വാഭാവികമായി വഴക്കുണ്ടാവും. ആ ഒരു വഴക്കിനെയൊക്കെ പുറത്ത് സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിലേക്ക് മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവരതെല്ലാം പാച്ചപ്പ് ചെയ്ത് വീണ്ടും ഇപ്പൊ നിലവിൽ പുറത്തേക്ക് വരുന്ന പല അലിഗേഷൻസ് കാണുമ്പോഴും എനിക്ക് PR-ന്റെ തന്നെ ഒരു നെഗറ്റീവ് സാധനം. ശൈത്യ പറഞ്ഞ ഒരു സാധനം മാത്രം നമുക്ക് കടമെടുക്കാൻ പറ്റും. ശൈത്യയുടെ അവരുടെ എല്ലാ പ്രതികരണങ്ങളും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും ഈ കട്ട് ചെയ്തിരുന്ന ചില ഭാഗം കൊണ്ട് ഈ പുറത്തേക്ക് വരുന്ന ആൾക്കാരെ വളരെയധികം സൈബർ ബുള്ളിങ്ങിന് തീർച്ചയായിട്ടും. ഇപ്പൊ ആദില നൂറ വിഷയം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു സൊസൈറ്റിയിൽ നിന്നും അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഒരു തവണ അവർ അനുഭവിച്ച ആൾക്കാരാണ്. അതിന്റെ അപ്പുറത്തേക്കും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് തെളിയിച്ചു. എനിക്ക് ആ ഒരു കമന്റ് ബോക്സ് ബിഗ് ബോസിന്റെ ഓരോ എപ്പിസോഡ് ഇപ്പൊ പുറത്തു വരുന്ന എപ്പിസോഡുകളിനകത്തിലെ കമന്റ് ബോക്സ് കാണുമ്പോൾ വളരെയധികം വിഷമമാണ്. നമുക്ക് ആ ഒരു കമന്റ് ഇട്ട വ്യക്തിയോട് ദേഷ്യം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ അന്ന് ലക്ഷ്മിയെ തള്ളി പറഞ്ഞു, പക്ഷെ ഇന്ന് ലക്ഷ്മി പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞു ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ എന്ത് ശരിയാണുള്ളത്? വഴക്കുകൾ ഉണ്ടാവും, സുഹൃത്തുക്കൾക്കിടയിൽ വഴക്കുകൾ ഉണ്ടാവും. ഇപ്പൊ ഞാനും ആദ്യം സുഹൃത്തുക്കളാണ്, നമ്മുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ് ഈ ഒരു കാര്യം. പക്ഷെ അത് കഴിഞ്ഞ് ഇവര് പാച്ചപ്പ് നമുക്കറിയാം ബിഗ് ബോസിൽ മസ്താനി എല്ലാവരോടും ഏത് രീതിയിലാണ് പെരുമാറിയിരുന്നത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ആര്യനുമായിട്ടുള്ള മസ്താനിയുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അവർക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ അതാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ളതൊക്കെ അതിനകത്ത് കളഞ്ഞിട്ട് വരുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. ഉള്ളിൽ വെച്ച് വരുന്ന ശോഭയൊക്കെ പോലെയുള്ള ചിലവർ മാത്രമേ എത്ര സീസൺ കഴിഞ്ഞാലും ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള എല്ലാവരും തന്നെയും അതെല്ലാം മറന്നുകൊണ്ട് ഫ്രണ്ട്സായി മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ബിഗ് ബോസിനാണെങ്കിലും അത്തരത്തിലാവട്ടെ നമുക്ക് ആശംസിക്കാം. പക്ഷേ ഇനിയിപ്പോ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 8 എന്ന് പറഞ്ഞൊരു സീസൺ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഈ ഒരു സീസൺ വന്നതോടുകൂടി മോഹൻലാലിന്റെ ഇമേജും വലിയ രീതിയിലാണ് മാറിയിട്ടുള്ളത്.
പൈസയ്ക്ക് വേണ്ടി എത്ര തരംതാണോ പരിപാടിക്കും നിൽക്കാമെന്നുള്ള രീതിയിൽ മോഹൻലാലിന് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുത്തുകൊണ്ട് മാറ്റി നിർത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ബിഗ് ബോസ് സീസണുകൾ ഇനി ബിഗ് ബോസ് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമാണ്, കാത്തിരുന്ന് കാണേണ്ടത്.